എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്തു. നിങ്ങളേവരും ജീവിക്കുന്ന ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നാം ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ക്ഷമയും മനുഷ്യരുടെ സ്നേഹത്തെയും കരുണയും ക്ഷമയും കാൽ വലുത്. നോക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 32. മോശ 10 കൽപ്പന സ്വീകരിക്കാനായി സീനായി മലമുകളിലേക്ക് കയറിപ്പോയി. അവൻ 10 കൽപ്പന സ്വീകരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, നീ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ജനങ്ങൾ എനിക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. അവരെ ഞാൻ ഭൂമുഖത്തുനിന്നും തുടച്ചു നീക്കട്ടെ. കേവലം മനുഷ്യനായ മോശ കർത്താവിനോട് ക്ഷമ പറയുകയാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് അവൻ പ്രാർത്ഥിക്കുകയാണ്. അവന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. തന്റെ തീരുമാനത്തിൽ നിന്നും തന്റെ കോപത്തിൽ നിന്നും അവൻ പിന്തിരിഞ്ഞു. പ്രിയരെ, ഒരു മനുഷ്യന് തന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ തന്റെ അപേക്ഷയിലൂടെ കർത്താവിന്റെ തീരുമാനത്തെ മാറ്റുവാൻ കഴിയുമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, തെളിയിക്കുന്നു. ഹല്ലേലൂയ. ഈ മോശ താഴെ ഇറങ്ങി വരുമ്പോൾ കാളക്കൊടുക്ക് ചുറ്റും നിർത്തി വയ്ക്കുന്ന ഇസ്രായേൽ ജനങ്ങളെയാണ് അവൻ കണ്ടത്. അവന്റെ കോപം ജ്വലിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന 2 കൽപ്പലകയും അടിച്ചു പൊട്ടിച്ചു കളഞ്ഞു. ഇവിടെ ദൈവത്തെക്കാലം ജ്വലിക്കുന്ന മനുഷ്യന്റെ കോപം. ഹല്ലേലൂയ. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ അന്ന് 3000 ഇസ്രായേൽ ജനങ്ങൾ വാളിനെതിരെയായി. ഹല്ലേലൂയ. 2 സാമുവേൽ 24 വായിക്കുമ്പോൾ നാം കാണുന്നത്, സാധാരണ കേവലം ആട്ടിടയനായ ദാവീദിന് കർത്താവ് തിരഞ്ഞെടുത്ത് അവന് ഇസ്രായേലിന്റെ സിംഹാസനം സമ്മാനിച്ചു. എല്ലാ യുദ്ധങ്ങളിലും വിജയം നൽകി. കാലക്രമേണ തനിക്ക് വിജയം നൽകിയവനെ ദാവീദ് മറന്നു. അവൻ താൻ മുതൽ ബേർശേബ വരെ ഇസ്രായേൽ ജനങ്ങളുടെ ജനസംഖ്യ എടുക്കാൻ കൽപ്പിച്ചു. അത് കർത്താവിന് അനിഷ്ടമായി. അവിടുന്ന് ഹാദ് പ്രവാചന മുഖാന്തരം പറഞ്ഞു, നിനക്ക് ഞാൻ 3 അനർത്ഥം വരുത്താൻ ആഗ്രഹിക്കുന്നു. 1, 7 വർഷം കഠിനമായ ക്ഷാമം. 2, 3 മാസത്തോളം നീ നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്നും പരാജയപ്പെട്ട് ഓടിയകലും. 3 ദിവസത്തെ മഹാമാരി. ഏതാണ് നിനക്ക് വേണ്ടത്? നീ തിരഞ്ഞെടുത്തു കൊള്ളുക. ദാവീദ് പറഞ്ഞു, എനിക്ക് കർത്താവിന്റെ കയ്യിൽ വീണാൽ മതി, മനുഷ്യരുടെ കയ്യിൽ വീഴേണ്ട. ഹല്ലേലൂയ. അവൻ മഹാകരുണയും ക്ഷമയും ഉള്ളവനല്ലോ. ഹല്ലേലൂയ. പ്രിയരെ, നാം എത്ര പാപം ചെയ്താലും കർത്താവിന് എത്ര ഓടിയാകുന്നാലും അവിടുന്ന് മനുഷ്യരെക്കാളും വളരെ കരുണയും ക്ഷമയും സ്നേഹമുള്ളവരാണ്. ഹല്ലേലൂയ. നാം എന്ത് പാപം ചെയ്തു പോട്ടെ, എത്ര മാരകപാപം ചെയ്താലും അവിടെ നമ്മൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. പിതാവ് പുത്രനോടെന്ന പോലെ അവിടെ നമ്മെ ശിക്ഷിച്ചാലും ഒരു പിതാവ് സ്വന്തം മകനെ എന്താ ശിക്ഷിക്കുക, അതുപോലെ തന്നെയാണ് ശിക്ഷിക്കുക. അത് ദീർഘകാലം നീണ്ടു നിൽക്കുക.